ചാലക്കുടി കെയർ കേരള ഫൗണ്ടേഷൻ ഒരുക്കിയ ചടങ്ങ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി കെയർ കേരള ഫൗണ്ടേഷൻ ഒരുക്കിയ സാംസ്കാരിക സ്നേഹ സംഗമവും സമാദരണ സദസ്സുമാണ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തത്. പ്രകൃതിയെ ചൂഷണം ചെയ്യാനുള്ള മനുഷ്യന്റെ ത്വര അവസാനിപ്പിക്കേണ്ടതാണെന്ന് മന്ത്രി പറഞ്ഞു. കെയർ കേരള ഫൗണ്ടേഷൻ പോലെ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന സേവനവും കാരുണ്യവും സാംസ്കാരിക പ്രവർത്തനങ്ങളും നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന അനേകം വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഉള്ളതുകൊണ്ടുകൂടിയാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഫൗണ്ടേഷൻ ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സ്വന്തം കർമ്മ മണ്ഡലത്തിനൊപ്പം സാമൂഹിക സേവന രംഗത്തും കയ്യൊപ്പു ചാർത്തിയ എറണാകുളം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കെ എ സുദർശൻ, അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രസാദ് വർക്കി, SH കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഐറിൻ, ജോബിൻ ആൻഡ് ജിസ്മി IT കമ്പനിയുടെ ഉടമകളായ ദമ്പതികൾ ജോബിൻ ജോസ്, ജിസ്മി ജോബിൻ, മാധ്യമപ്രവർത്തകൻ KN വേണു, ഫിലിം സ്പോർട്ട് എഡിറ്റർ മനു ഷാജു, കായികാധ്യാപകൻ GBV പെരേപ്പാടൻ, നർത്തകി കലാമണ്ഡലം ജയ ആനന്ദ്, ഉയർവനി ആയുർവേദ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ആശ സുധീർ എന്നിവർക്ക് വിവിധ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. SSLC +2 പരീക്ഷകളിൽ 100% വിജയം ലഭിച്ച നിയോജക മണ്ഡലത്തിലെ സ്റ്റേറ്റ് CBSE ICSE സിലബസ് സ്കൂളുകൾക്കുള്ള പുരസ്കാരം സനീഷ് കുമാർ ജോസഫ് MLA വിതരണം ചെയ്തു. നഗരസഭ അധ്യക്ഷൻ AB ജോർജ്, നഗരസഭ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, പ്രോഗ്രാം ചെയർപേഴ്സൺ ബിന്ദു ശശികുമാർ, ഫൗണ്ടേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് NR സരിത, വൈസ് ചെയർമാൻമാരായ അനീഷ് പറമ്പിക്കാട്ടിൽ, നിഷാന്ത് D കൂള, ജോയിന്റ് സെക്രട്ടറിമാരായ ടോൾ G തോമസ്, ലെനിൻ ചന്ദ്രൻ, ഡയറക്ടർ ഷാലി മുരുങ്ങൂർ എന്നിവർ പ്രസംഗിച്ചു. നടത്തേണ്ടതില്ല. ഒരുപാട് പേർ ഈ വേദിയിൽ തുടർന്ന് സംസാരിക്കാനുണ്ട്, അവാർഡുകൾ ഏറ്റുവാങ്ങാനുണ്ട്. സാമാന്യം മൺസൂൺ മുമ്പുള്ള വേനൽമഴ തകർത്തു പെയ്യുന്ന ഒരു ഘട്ടമാണ്. കെയർ കേരള ഫൗണ്ടേഷൻ നേരത്തെ ഇവിടെ സ്വാഗത അധ്യക്ഷന്മാർ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തിയപ്പോൾ സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ കുറെ കാലങ്ങളായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹിക പ്രതിബദ്ധതയോടെ പൊതുസമൂഹത്തെ സഹായിക്കാനുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളിലും പങ്കാളികളായി ഈ ഘട്ടത്തിൽ അങ്ങനെ വിവിധങ്ങളായ തലങ്ങളിൽ സമൂഹത്തിനാകെ മാതൃകയായി തീർന്ന വ്യക്തികളെ ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് കണ്ടെത്തുക. ഞാൻ നേരത്തെ ചാലക്കുടിയിലെത്തിയപ്പോൾ സൗഹൃദ സന്ദർശനത്തിന്റെ ഭാഗമായി 1-2 സ്ഥലങ്ങളിൽ പോയപ്പോൾ ആളുകൾ ചോദിച്ചൊരു ചോദ്യം, 924 കേരളത്തിൽ ആദ്യത്തെ പ്രളയം ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് 100 വർഷം കഴിഞ്ഞ് 2000 മഹത് വ്യക്തികൾ ശ്രീ കെ സുദർശൻ സാർ, അദ്ദേഹത്തെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഇപ്പൊ തന്നെ സ്വാഗത പ്രസംഗിക പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും അദ്ദേഹത്തിൽ നിന്നുള്ള പ്രചോദനം ഏറ്റുവാങ്ങിയാണ്ട് ഞങ്ങൾ ഇങ്ങനൊരു പ്രസ്ഥാനം തന്നെ രൂപീകരിക്കാനുണ്ടായ ഞങ്ങളിലുണ്ടായിരുന്ന ആശയം, ഞങ്ങൾ ഏതാനും കുറച്ച് വ്യക്തികൾ ചേർന്ന് ഇങ്ങനൊരു പ്രസ്ഥാനം ഉണ്ടാക്കുകയാണ്. അദ്ദേഹം മേഴ്സി കോപ്സിനെ ദൂരെ നിന്ന് വീക്ഷിക്കുന്ന, കൂടാതെ അതിൽ ഞങ്ങളെല്ലാവരും ഒരുവിധ ആളുകാരൊക്കെ അതിൽ മെമ്പേഴ്സുമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ മാർഗനിർദ്ദേശം മാതിരി തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞങ്ങൾ പിന്തുടർന്ന ഒരു ചെറിയ രീതിയിൽ പിന്തുടരുന്ന കുറച്ച് കൂട്ടുകാരാണ്.